ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. HSA പരീക്ഷകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള PYQ ഹണ്ട് ഫോർ HSA എന്ന സെഷനിലാണ്. ഈ ഒരു സെഷനിൽ വിവിധ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിൽ PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം, അതും നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ലിറ്റററി ടേംസുമായിട്ട് ബന്ധപ്പെട്ട, ലിറ്റററി ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്. ദ ഡിസ്കവറി ഓർ റെക്കഗ്നേഷൻ ദാറ്റ് ഹാപ്പൻസ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് എ ട്രാജഡി. ഒരു ട്രാജഡിയുടെ അവസാനം ഉണ്ടാകുന്ന ഡിസ്കവറി റെക്കഗ്നേഷനെ നാം എന്താണ് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് അനക്നോളിസിസ്. അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് അനക്നോളിസിസ് എന്നാണ് കേട്ടോ ആ ഒരു ടേമിന്റെ പേര്. ദെൻ അടുത്തത് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ള ഒരു ലിറ്റററി ടെക്സ്റ്റ് ആണ് TS എലിയറ്റിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പരാമർശിക്കുന്ന ഒരു ഭാഗം. സോ അതിൽ എലിയറ്റ് ഡിസ്ക്രൈബ് ദ പ്രോഗ്രസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ആസ് ആൻ ഔട്ട്കം ഓഫ് ദ പ്രോസസ് ഓഫ് ഡാഷ്. ഒരു ആർട്ടിസ്റ്റിന്റെ പുരോഗതി ഏത് പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി, ഡീപേഴ്സണലൈസേഷൻ. അല്ലെ, രണ്ട് പാർട്ടിൽ വളരെയധികം വിശദമായിട്ട് ട്രഡീഷനും ഇൻഡിവിജ്വൽ ടാലന്റും തമ്മിലുള്ള ബന്ധം, ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണിത്. സോ അതിനകത്ത് അദ്ദേഹം പറയുന്നു, TS Eliot's concept of depersonalization in poetry suggests that a mature poet surrenders themselves to the vast tradition of poetry. ഒരു നല്ല കവി, ഒരു മെച്യൂർ ആയിട്ടുള്ള കവി തൻ്റെ പേഴ്സണാലിറ്റിയെ ട്രഡീഷന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? സറണ്ടർ ചെയ്യുന്നു അല്ലെ. then become a medium through which tradition is channeled and elaborated. തൻ്റെ പാരമ്പര്യം വളരെയധികം ഇലാബറേറ്റ് ചെയ്യുന്ന, ചാനൽ ചെയ്യുന്ന ഒരു മീഡിയമായിട്ടാണ് ആര് പിന്നെ നിൽക്കുന്നത്? ഒരു പോയറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ഒരു പോയറ്റിന്റെ പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, മറിച്ച് പോയറ്റ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു മീഡിയം മാത്രമാണ്. ദെൻ പോയട്രിയുടെ വികാസവും ഇമോഷൻസും മറ്റു കാര്യങ്ങളെല്ലാം പോയട്രി മേക്ക് ചെയ്യാനുള്ള കുറച്ച് സബ്സ്റ്റൻസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദിസ് മീൻസ് ദാറ്റ് ദ ഫോക്കസ് ഷിഫ്റ്റ്സ് ഫ്രം ദ പോയറ്റ്സ് പേഴ്സണൽ എക്സ്പീരിയൻസ് ടു ദ ബ്രോഡർ ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ പേഴ്സണൽ പോയട്രി, ഒരു പോയട്രി എഴുതുന്ന സമയത്ത് പോയറ്റിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന സ്ഥലത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ആർട്ടിസ്റ്റിക് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ട്രഡീഷണൽ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മുടെ കവി വിശാലമായി ചിന്തിക്കണം. തൻ്റെ വ്യക്തിഗത അനുഭവങ്ങൾക്കപ്പുറം തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചും ആണ് ഒരു കവി ചിന്തിക്കേണ്ടത് എന്നാണ് TS Eliot പറയുന്നത്. Then Longinus approves of the greatness of Greek masterpieces on account of their ഗ്രീക്ക് സാഹിത്യങ്ങളിലെ വളരെ പ്രശസ്തമായിട്ടുള്ള മാസ്റ്റർ പീസസ്, അതിന്റെ മഹത്വത്തെ അദ്ദേഹം അംഗീകരിക്കുന്നത് അതിന്റെ സബ്ലിമിറ്റി കൊണ്ടാണ്. ലോഞ്ചിനസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേര് സബ്ലിം ആയിരിക്കും അല്ലെ. എന്താണ് സബ്ലിമിറ്റി എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. Longinus in his treatise on the sublime views the sublime as a quality that elevates writing and speech beyond the ordinary. ഒരു സാധാരണ നിലവാരത്തിൽ നിന്നും നമ്മുടെ എഴുത്തിനെയും സംസാരത്തെയും ഉയർത്തുന്ന യോഗ്യതയാണ് സബ്ലിമിറ്റി. ആൻഡ് ഇറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്ട്രൈക്കിംഗ് ഗ്രാൻഡ്യർ ഓഫ് തോട്ട് ആൻഡ് ഇമോഷൻ. വളരെ ബൃഹത്തായിട്ടുള്ള ചിന്തയും വികാരവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു സബ്ലിമിറ്റി ഫോം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ദെൻ അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു പിന്നീട് ചോദിച്ചത്. വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷ് ബിലോങ്സ് ടു ദ ഡാഷ് ബ്രാഞ്ച് ഓഫ് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. വെസ്റ്റേൺ ജർമ്മനിക് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ലാംഗ്വേജിന്റെ ഒരു ശാഖയാണ് ഇംഗ്ലീഷ്. വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? ദെൻ അടുത്തത് ഒരു കവിതയെക്കുറിച്ചുള്ള കൊട്ടേഷനാണ്. If the word great means anything in poetry, this poem is the one of the greatest in the language. ഒരു കവിതയെക്കുറിച്ച് ഗ്രേറ്റ് എന്ന പദം ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഈ ഒരു കവിതയാണ് അത്തരം മഹത്തായിട്ടുള്ള ഒരു കവിത എന്ന് അലൻ തേർഡ് ഒരു കവിതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കവിതയുടെ പേരാണ് ബിക്കോസ് ഐ കുഡ് നെവർ നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് അല്ലെ. എമിലി ഡിക്കിൻസൺ എഴുതിയ
ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്തിനെ കുറിച്ചാണ് അലൻ ടാച്ച് പറഞ്ഞത്. If the word great means anything in the poetry, this poem is one of the greatest in the language. പഠിച്ചു വെക്കുക, PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. Then അടുത്ത ചോദ്യം, the extent of teachers' subject matter and pedagogical expertise indicates the teachers. ടീച്ചറിന് വിഷയത്തെക്കുറിച്ചും പഠന രീതികളെക്കുറിച്ചുള്ള പ്രാഗൽഭ്യത്തെ നമ്മൾ പറയുന്നത് ടീച്ചറിന്റെ കോമ്പറ്റൻസി എന്നാണ് കേട്ടോ. പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ടീച്ചിങ് ദ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, അതുകൂടി ഓർത്തിരിക്കുക. സോ ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് ചോദ്യങ്ങൾ, എന്നാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും PYQസിലേക്ക് നമുക്ക് പോകണം. ചില പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിന് എനിക്ക് വേണ്ടത് നിങ്ങളുടെ പിന്തുണയാണ്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾ കാണണമെങ്കിൽ നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ നന്നായി പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.